Get the question. Find the real part and imaginary part of. Find the real part and imaginary part of f of z is equal to cos z. F of z is equal to cos z. അതായത് f of z equal to cos z ന്റെ f of z equal to cos z ന്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും എഴുതുക. അതായത് യും വി എഴുതാൻ. ഓക്കെ, യും വി എന്തിനാ എഴുതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആവശ്യമുണ്ട്, അതുകൊണ്ടാണ്. സോ കോസ് സെഡിൻ്റെ യും വിയും ഇമാജിനറി പാർട്ട് റിയൽ പാർട്ട് എഴുതാൻ നമ്മൾ കുറേ ചെയ്തിട്ടുണ്ട് നേരത്തെ ആദ്യമൊക്കെ. നോക്കാം. തന്നേക്കുന്ന കോസ് സെഡിനെ നമ്മൾ യു പ്ലസ് ഐ വി ഫോമിലാക്കണം. ശരിയല്ലേ? ഫംഗ്ഷൻ ആരാ? ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ കോസ് സെഡാ. നമുക്ക് ഡബ്ല്യൂ വിളിക്കാം. ഡബ്ല്യൂ ഇസ് ഈക്വൽ ടു കോസ് സെഡ് അല്ലെങ്കിൽ എഫ് ഓഫ് സെഡ്, എന്തായാലും കുഴപ്പമില്ല. സോ ഇസഡ് എന്താ കൊടുക്കുക? പുട്ട് ഇസഡ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ. ഇസഡിന് എക്സ് പ്ലസ് ഐ വൈ കൊടുക്കുക. ഇസഡിന് എക്സ് പ്ലസ് ഐ വൈ കൊടുക്കുക. അങ്ങനെ ഇസഡിന് എക്സ് പ്ലസ് ഐ വൈ കൊടുത്തിട്ട് അതിനെ സിംപ്ലിഫൈ ചെയ്ത് ഒരു കോംപ്ലക്സ് ഫോം എ പ്ലസ് ഐ ബി അല്ലെങ്കിൽ യു പ്ലസ് ഐ ബി ഫോമിൽ എന്ത് ചെയ്യാം? കൊണ്ടുവരിക. അതാണ് നമ്മുടെ ജോലി. ഇസഡിനെ എക്സ് പ്ലസ് ഐ വൈ കൊടുത്തിട്ട് ഇതിനെ യു പ്ലസ് ഐ ബി ഫോമിൽ സിംപ്ലിഫൈ ചെയ്ത് കൊണ്ടുവരിക. എന്നുവെച്ചാൽ റിയൽ പാർട്ട് പ്ലസ് ഇമാജിനറി പാർട്ട് അങ്ങനെ കൊണ്ടുവരിക. ഓക്കെ, ഓക്കെ നമുക്ക് കൊടുക്കാം. ഇപ്പോൾ ഡബ്ല്യു ഇസ് ഈക്വൽ ടു കോസ് ഇസഡ് എന്നല്ലേ? ഇപ്പോൾ കോസ് എക്സ് പ്ലസ് ഐ എന്ന് വരുമല്ലോ. കോസ് എക്സ് പ്ലസ് ഐ വൈ. എന്തു ഈ കോസ് എക്സ് പ്ലസ് ഐ വൈ? എന്തു ഈ കോസ് എ പ്ലസ് ബി? അങ്ങനെ പറയാം. എന്തുവാ കോസ് എ പ്ലസ് ബി? കോസ് എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എന്തുവാ? കോസ് എ കോസ് ബി. കോസ് എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി. ശരിയല്ലേ? കോസ് എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ 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 കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി. ഇവിടെ എയുടെ സ്ഥാനത്ത് എക്സും ബിയുടെ സ്ഥാനത്ത് ഐ വൈ അപ്പോൾ ഇതെന്തുമായിരിക്കും? കോസ് എക്സ് കോസ് ഐ വൈ മൈനസ് സൈൻ എക്സ് സൈൻ ഐ വൈ. ഓക്കെ, നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് കോസ് ഐ എക്സ് എന്ന് പറഞ്ഞാൽ അത് കോസ് എച്ച് എക്സ് ആണ്. സൈൻ ഐ എക്സ് എന്ന് പറഞ്ഞാൽ അത് ഐ ഇൻറ്റു സൈൻ എച്ച് എക്സ് ആണ്. ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ശരിയാണോ? അപ്പോൾ ഇവിടെ കോസ് ഐ എക്സ് എന്ന് പറഞ്ഞാൽ അത് കോസ് എച്ച് എക്സ് ആണ്. ഈ എക്സ് മാറ്റി വൈ ആയാൽ കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ലല്ലോ. അപ്പോൾ കോസ് ഐ വൈ എന്ന് പറഞ്ഞാൽ അത് കോസ് എച്ച് വൈ ആയിരിക്കുമല്ലോ. സൈൻ ഐ വൈ എന്ന് പറഞ്ഞാൽ അത് ഐ ഇൻറ്റു സൈൻ എച്ച് വൈ ആയിരിക്കുമല്ലോ. ഇങ്ങനെ ആലോചിക്കാമല്ലോ. ഇവിടെ നോക്കി, കോസ് ഐ വൈ ബാക്കി കോസ് എക്സ് കോസ് ഐ വൈ എങ്ങനെ എഴുതാം? കോസ് എച്ച് എക്സ് മൈനസ് സൈൻ എക്സ് ഇൻറ്റു സൈൻ ഐ വൈ എന്ന് പറഞ്ഞാൽ ഐ ഇൻറ്റു സൈൻ എച്ച് വൈ. ഓക്കെ, ദാറ്റ് ഈസ് കോസ് എക്സ് കോസ് എച്ച് എക്സ് വൈ അല്ലേ വേണ്ട, കോസ് എച്ച് വൈ മൈനസ് ഐ നമുക്ക് ആദ്യം എഴുതാം ഐ ഇൻറ്റു സൈൻ എക്സ് സൈൻ എച്ച് വൈ. അപ്പം ഇത് യു, ഇത് വി അല്ല, യു പ്ലസ് ഐ വി വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. കോസ് എക്സ് കോസ് എച്ച് വൈ പ്ലസ് ഐ ഇൻറ്റു ഈ മൈനസ് എങ്ങനെ കൊടുക്കാം? മൈനസ് സൈൻ എക്സ് സൈൻ എച്ച് വൈ. അപ്പോൾ ഏത് ഫോമിലായി? യു പ്ലസ് ഐ ഇൻറ്റു വി ഫോമിലായില്ലേ? യു പ്ലസ് ഐ വി ഫോമില. ആരാ യു ആരാ വി? കോസ് എക്സ് കോസ് വൈ ആണ് യു, ഇതാണ് വി. ഇതാണ് റിയൽ പാർട്ട്, ഇത് ഇമാജിനറി പാർട്ട്. ശരിയല്ലേ? അപ്പം ആരാ യു? യു എന്ന് പറയുന്നത് കോസ് എക്സ് കോസ് എച്ച് വൈ, ഇതാണ് റിയൽ പാർട്ട്. ബി എന്ന് പറയുന്നത് മൈനസ് സൈൻ എക്സ് സൈൻ എച്ച് വൈ, ഇതാണ് ഇമാജിനറി പാർട്ട്. ആരുടെ? ഓക്കെ, അടുത്തൊരു ക്വസ്റ്റൻ ആണ് എഫ് ഓഫ് ഇസഡ് ഈസ് ഈക്വൽ ടു ടാൻ ഇസഡ്. എഫ് ഓഫ് ഇസഡ് ഈസ് ഈക്വൽ ടു ടാൻ ഇസഡ്. ചോദ്യമാണ് റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും, അതായത് യുവും വിയും കണ്ടുപിടിക്കുക. ടാൻ ഇസഡിന്റെ എഫ് ഓഫ് ഇസഡ് ഈസ് ഈക്വൽ ടു ടാൻ ഇസഡ്. എഫ് ഓഫ് ഇസഡ് ഈസ് ഈക്വൽ ടു ടാൻ ഇസഡ്. ചോദ്യമാണ് ഫൈൻഡ് യു ആൻഡ് വി. അതായത് യുവും വിയും കണ്ടുപിടിക്കുക. അതായത് റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും എന്ത് ചെയ്യുക? കണ്ടുപിടിക്കുക. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പോൾ എപ്പോഴും ചെയ്യുന്ന പോലെ നമുക്ക് തന്ന ക്വസ്റ്റൻ ഡബ്ല്യു വിളിക്കാം. ഡബ്ല്യു ഇസ് ഈക്വൽ ടു അല്ലെങ്കിൽ എഫ് ഓഫ് ഇസഡ്, അതെല്ലാം ഒന്ന് തന്നെ. ഡബ്ല്യു ഇസ് ഈക്വൽ ടു ടാൻ ഇസഡ്. ഇസഡ് എന്ത് കൊടുക്കാം? എക്സ് പ്ലസ് ഐ വൈ എന്ന് കൊടുക്കാം. അപ്പോൾ ഡബ്ല്യു ഇസ് എന്താവും? ഡബ്ല്യു ഇസ് ഈക്വൽ ടു ടാൻ എക്സ് പ്ലസ് ഐ വൈ. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഒരു ഇവിടെ യുവും വിയും, അതായത് ടാൻ്റെ കേസിൽ അത് പ്രത്യേകം എടുത്ത് പഠിക്കണം. സൈനും കോസും ചെയ്യുന്നവരല്ല ടാൻ ചെയ്യുന്നത്. ടാൻ്റെ കേസിൽ നമ്മൾ യുവും വിയും കണ്ടുപിടിക്കുന്നത് പ്രത്യേക രീതിയിലാണ്. അതായത് തന്ന ക്വസ്റ്റിനെ ചെറിയ മാറ്റമുണ്ട്. ഓക്കെ, തന്ന ക്വസ്റ്റ്യൻ നമുക്ക് യു പ്ലസ് ഐ വി എന്ന് വിളിക്കാം. കാരണം നമുക്കറിയാം എപ്പോഴും എഫ് ഓഫീസർ എന്ന് പറഞ്ഞാൽ യു പ്ലസ് ഐ വി ആണ്.
ഈ എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്നതാണ് യു പ്ലസ് ഐ വി. ഞാൻ പറയുന്നുണ്ടല്ലോ, അത് എഫ് ഓഫ് ഇസഡ് നമ്മൾ യു പ്ലസ് ഐ വി എടുക്കുക. അതാണ് ക്വസ്റ്റ്യൻ. അതായത് യു പ്ലസ് ഐ വി, അതിന് നമുക്ക് ടാൻ ഇസഡ് എന്ന് വിളിക്കാം. യു പ്ലസ് ഐ വി ഇസിക്കൽ ടാൻ ഇസഡ്. എന്നിട്ട് ഇസഡ് എന്ത് കൊടുക്കാം? എക്സ് പ്ലസ് ഐ വി. സോ പുട്ട് ഇസഡ് ഇസിക്കൽ ടു എക്സ് പ്ലസ് ഐ വി. അപ്പോൾ ഇങ്ങനെ വരും, യു പ്ലസ് ഐ വി ഈസിക്കൽ ടു ടാൻ എക്സ് പ്ലസ് ഐ വൈ. ഇത് ഉപയോഗിച്ച് വേണം നമ്മൾ യു ഇങ്ങനെ വിളിക്കാൻ. ആർക്ക് മാത്രമേ പ്രത്യേകത? ടാനിനും കോട്ടിനും. ടാനും കോട്ടും ഈ രീതിയിലാണ് ചെയ്യുന്നത്. ഞാൻ ടാൻ മാത്രമേ ചെയ്യത്തുള്ളൂ, കോട്ട് നിങ്ങൾ തനിയെ ചെയ്യണം. മനസ്സിലായി പറഞ്ഞു? സോ ഈ രീതിയിലാണ് നമ്മൾ ടാൻ്റെ യുവും ബിയും കണ്ടുപിടിക്കുന്നത്. സൈനും കോസും ചെയ്ത പോലല്ല, സൈനും കോസും ചെയ്ത പോലല്ല. ഓക്കെ ആണല്ലോ. ഇപ്പോൾ യു പ്ലസ് ഐ വി പറഞ്ഞെടുക്കുക ടാൻ ഇസഡിനെ. യു പ്ലസ് ഐ വി ഇസിക്കൽ ടാൻ ഇസഡ്, ദാറ്റ് ഈസ് യു പ്ലസ് ഐ വി ഇസിക്കൽ ടാൻ എക്സ് പ്ലസ് ഐ വി. ഇസഡിന് വരെ എന്ത് കൊടുത്തു? എക്സ് പ്ലസ് ഐ വി. ഇപ്പോൾ യു പ്ലസ് ഐ വി ഇസിക്കൽ ടാൻ എക്സ് പ്ലസ് ഐ വി. നമുക്ക് ഇതിന് ഇക്വേഷൻ ആണ് കൊടുക്കാം. സോ യു പ്ലസ് ഐ വി ഈസിക്കൽ ടാൻ എക്സ് പ്ലസ് ഐ വി. അങ്ങനെയാണെങ്കിൽ നമുക്ക് യു മൈനസ് ഐ വി എന്ന് വിളിക്കാം. യു മൈനസ് ഐ വി ഒന്നുമില്ല, യു പ്ലസ് ഐ വി ടാൻ എക്സ് പ്ലസ് ഐ വി ആണെങ്കിൽ യു മൈനസ് ഐ വി എന്ന് പറയുന്നത് ടാൻ എക്സ് മൈനസ് ഐ വി ആയിരിക്കും. ആ ചിഹ്നം മാറ്റിയാൽ മതി. പക്ഷേ ഐ മാറ്റി മൈനസ് ഇ ആക്കി. ഓക്കെ, നമുക്ക് അതിന് ഇക്വേഷൻ 2 വിളിക്കാം. എന്നിട്ട് ഈ ഇക്വേഷൻ 1 നമുക്ക് കൂട്ടാം. ഇക്വേഷൻ 1 പ്ലസ് 2, അതായത് ഇക്വേഷൻ 1 പ്ലസ് ഇക്വേഷൻ 2. ഇടതുവശം കൂട്ടുമ്പം യു പ്ലസ് യു 2u പ്ലസ് ഐ വി മൈനസ് ഐ വി, അത് വെട്ടിപ്പോവും. സോ 2u ഈസ് ഈക്വൽ ടു വലതുവശം കൂട്ടുമ്പോഴോ ടാൻ എക്സ് പ്ലസ് ഐ വൈ പ്ലസ് ടാൻ എക്സ് മൈനസ് ഐ വൈ എന്ന് വരും. ഓക്കെ ആണല്ലോ. 2u ഈസ് ഈക്വൽ ടു ടാൻ എക്സ് പ്ലസ് ഐ വൈ പ്ലസ് ടാൻ എക്സ് മൈനസ് ഐ വൈ എന്ന് വരും. ഓക്കെ, നമുക്കറിയാം ഈ ടാൻ എന്ന് പറഞ്ഞാൽ സൈൻ ബൈ കോസാണ്. നമുക്ക് എപ്പോഴും ഒരു റിയൽ പാർട്ട് പ്ലസ് ഐ ഇൻറ്റു ഒരു ഇമാജിനറി പാർട്ട് ഇങ്ങനെ കൊണ്ടുവരണം. ഇപ്പം അങ്ങനെ വന്നോ? അങ്ങനെ വന്നിട്ടില്ല. കാരണം ഇപ്പോഴും ടാൻ്റെ അകത്താണ് ഈ എക്സ് പ്ലസ് ഐ വൈ, അല്ലെങ്കിൽ ഐ കിടക്കുന്നത് ടാൻ്റെ അകത്താണ് ഐ നമുക്ക് അങ്ങനെ വരണ്ടേ. നമുക്ക് ഐ വെളി വന്നിട്ട് ഒരു റിയൽ പാർട്ട് പ്ലസ് ഐ ഇൻറ്റു ഒരു ഇമാജിനറി പാർട്ട് എന്നുള്ള ഫോം വരണം. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പോൾ 2u ഈസ് ഈക്വൽ ടു ചെയ്യണം. ഈ ടാൻ എന്ന് പറഞ്ഞാൽ എന്തുവാ? സൈൻ ബൈ കോസ് അല്ലേ. അപ്പോൾ ടാൻ എക്സ് പ്ലസ് ഐ വൈ എന്ന് പറഞ്ഞാൽ അത് സൈൻ എക്സ് പ്ലസ് ഐ വൈ ബൈ കോസ് എക്സ് പ്ലസ് വൈ ആയിരിക്കുമല്ലോ. എന്തുകൊണ്ടാണ്? ടാൻ എന്ന് പറഞ്ഞാൽ സൈൻ ബൈ കോസാ. പ്ലസ് അതുപോലെ ടാൻ എക്സ് മൈനസ് ഐ വൈ എന്ന് പറയുന്നതോ അത് സൈൻ എക്സ് മൈനസ് ഐ വൈ ബൈ കോസ് എക്സ് മൈനസ് ഐ വൈ ആയിരിക്കുമല്ലോ. കണ്ടോ? ഇപ്പൊ നിങ്ങൾ നോക്കി, 2u സമം ഇങ്ങനെ കിട്ടി. ഇതിപ്പോൾ 2 ഫ്രാക്ഷൻ കൂട്ടുമല്ലേ. 2 ഫ്രാക്ഷൻ കൂടുന്നവരെ കൂട്ടാം. എങ്ങനെ 2 ഫ്രാക്ഷൻ കൂട്ടുന്നത്? ഡിനോമിനേറ്റർ ഇൻറ്റു ഡിനോമിനേറ്റർ. എന്തുവാ? ഡിനോമിനേറ്റർ ഇൻറ്റു ഡിനോമിനേറ്റർ ക്രോസ് മൾട്ടിപ്ലൈ. ഡിനോമിനേറ്റർ ഇൻറ്റു ഡിനോമിനേറ്റർ ക്രോസ് മൾട്ടിപ്ലൈ. ഓക്കെ ആണല്ലോ. ചെയ്യാം. സോ ഇത്രയും നിങ്ങൾ വൃത്തിക്കത്ത് എഴുതുക. അയക്കുക. ഇക്വേഷൻ 1 2 ഓർത്തോണേ, പിന്നെ നമുക്ക് ഇനി ആവശ്യമുണ്ട്. സോ ദാറ്റ് ഈസ് 2u ഈസ് ഈക്വൽ ടു, അപ്പം ഡിനോമിനേറ്റർ ഇൻറ്റു ഡിനോമിനേറ്റർ. അപ്പോൾ കോസ് എക്സ് പ്ലസ് വൈ ഇൻറ്റു കോസ് എക്സ് മൈനസ് വൈ ഡിനോമിനേറ്റർ വരും. അപ്പോൾ കോസ് എക്സ് പ്ലസ് ഐ വൈ ഇൻറ്റു കോസ് എക്സ് മൈനസ് ഐ വൈ ഡിനോമിനേറ്റർ. ഡിനോമിനേറ്ററിലെ ക്രോസ് മൾട്ടിപ്ലൈ, ഇതേ ഇൻറ്റു ഇത് മൈനസ് ഇതേ ഇൻറ്റു ഇത്. അപ്പോൾ സൈൻ എക്സ് പ്ലസ് ഐ വൈ ഇൻറ്റു കോസ് എക്സ് മൈനസ് ഐ വൈ, സൈൻ എക്സ് പ്ലസ് ഐ വൈ ഇൻറ്റു കോസ് എക്സ് മൈനസ് ഐ വൈ പ്ലസ് തിരിച്ച് കോസ് എക്സ് പ്ലസ് ഐ വൈ ഇൻറ്റു സൈൻ എക്സ് മൈനസ് ഐ വൈ, കോസ് എക്സ് പ്ലസ് ഐ വൈ ഇൻറ്റു സൈൻ എക്സ് മൈനസ് ഐ വൈ. ശരിയല്ലേ? ഒന്നുമില്ല, ഡിനോമിനേറ്റർ ഇൻറ്റു ഡിനോമിനേറ്റർ എഴുതി, ഡിനോമിനേറ്ററിനകത്ത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ന്യൂമിനേറ്റർ എഴുതി. വേറൊന്നും ചെയ്തില്ല. ഇനി ഞാൻ പറഞ്ഞാൽ ശ്രദ്ധിച്ചോണം. ഇത് പഠിച്ചോണം. ഇത് റിസൾട്ട് കാണുമ്പോൾ നമുക്ക് മനസ്സ് പറയണം. അത് വേറെ കാര്യം. നിങ്ങൾ ആ ന്യൂമിനേറ്റർ വായിച്ചു നോക്കി. സൈൻ എക്സ് പ്ലസ് ഐ വൈ ഇൻറ്റു കോസ് എക്സ് മൈനസ് ഐ വൈ പ്ലസ് കോസ് എക്സ് പ്ലസ് ഐ വൈ ഇൻറ്റു സൈൻ എക്സ് മൈനസ് ഐ വൈ. നിങ്ങൾ ഇങ്ങനെ ആലോചിക്കി. ഇവിടെ സൈൻ്റെ അകത്തുള്ളത് എക്സ് പ്ലസ് ഐ വൈയാ, ഇവിടെ അത് കോസിനകത്താ. ഇവിടെ കോസിനകത്തുള്ളത് എക്സ് മൈനസ് ഐ വൈയാ, ഇവിടെ സൈനകത്താ. മീൻസ് ഈ ഫോമിൽ കിടക്കുമോ ന്യൂമറേറ്റർ? ഞാൻ പറയാം. ഈ ന്യൂമറേറ്റർ കിടക്കുന്നത് ഇങ്ങനെ, സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി. കണ്ടോ? നല്ലോണം നോക്ക്. ന്യൂമറേറ്റർ നിങ്ങൾ ആരെ എന്തായിട്ട് കാണണം? എക്സ് പ്ലസ് ഐ വൈ എ ആയിട്ട് കാണുക, എക്സ് മൈനസ് ഐ വൈ എ ബി ആയിട്ട് കാണുക. എക്സ് പ്ലസ് ഐ വൈ എ ഓക്കെ, എക്സ് പ്ലസ് ഐ വൈ എ ആയിട്ട് കാണുക, എക്സ് പ്ലസ് ഐ വൈ എ ആയിട്ട് കാണുക, എക്സ് മൈനസ് ഐ വൈ എ ബി ആയിട്ട് കാണുക. അപ്പോൾ ഒന്ന് വായിച്ചേ. സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി. സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി എന്തുവാ? സൈൻ എ പ്ലസ് ബി. ശരിയല്ലേ?
ചുരുക്കം പറഞ്ഞാൽ മേളും എന്താ വരും? സൈൻ എ പ്ലസ് ബി എന്ന് വരും. എ ആരാ? എക്സ് പ്ലസ് ഐ വൈ. ബി ആരാ? എക്സ് മൈനസ് ഐ വൈ. കാര്യം മനസ്സിലായി വിശ്വസിക്കുന്നു. അപ്പോൾ മേളിൽ സൈൻ എ പ്ലസ് ബി എന്നുള്ള ഫോം വരും. എ എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് ഐ വൈ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് ഐ വൈ. ഇവിടെ ഇപ്പോൾ താഴെ ഒന്നുമില്ല. കോസ് എക്സ് പ്ലസ് വൈ ഇൻറ്റു കോസ് എക്സ് മൈനസ് ഒന്നും ചെയ്യാൻ പറ്റും, ഇട്ടാക്കാൻ പറ്റും. സോ കോസ് എക്സ് പ്ലസ് ഐ വൈ ഇൻറ്റു കോസ് എക്സ് മൈനസ് ഐ വൈ. നമുക്ക് പിന്നെ ഒന്നും ചെയ്യാം. ദാറ്റ് ഈസ് 2u ഈസ് ഈക്വൽ ടു, ഇവിടെ ഐ വൈ വെട്ടിപ്പോവും. സൈൻ എക്സ് പ്ലസ് എക്സ് സൈൻ 2x എന്ന് വരും. സോ സൈൻ 2x ഡിവൈഡഡ് ബൈ കോസ് എക്സ് പ്ലസ് ഐ വൈ ഇൻറ്റു കോസ് എക്സ് മൈനസ് ഐ വൈ. സോ ഇങ്ങനെ കിട്ടും 2u. സോ ഇവിടെ വരെ നിങ്ങൾ വൃത്തിയായിട്ട് എടുത്തെഴുതുക. 2u ഈസ് ഈക്വൽ ടു സൈൻ 2x ബൈ കോസ് എക്സ് പ്ലസ് ഐ വൈ ഇൻറ്റു കോസ് എക്സ് മൈനസ് ഐ വൈ എന്നാണ്. ഓക്കെ ആണല്ലോ. സോ ബാക്കി നിങ്ങൾക്ക് തന്നൊരു ഈ റിസൾട്ട് ഉണ്ടല്ലോ PDF, ആ റിസൾട്ട് കിടപ്പുണ്ട്, നോക്കിയാൽ മതി. ഈ കോസ് എക്സ് പ്ലസ് ഐ ഇത് നോക്കിയാൽ മതി. ഓക്കെ, കോസ് എക്സ് പ്ലസ് ഐ വൈ ഇൻറ്റു കോസ് എക്സ് പ്ലസ് ഐ വൈ ഇൻറ്റു കോസ് എക്സ് മൈനസ് ഐ വൈ എന്ന് പറഞ്ഞാൽ അതിനൊരു വാല്യൂ ഉണ്ട്. നിങ്ങൾ ആ PDF നോക്കിയാൽ മതി. ഞാൻ അവിടെ വാല്യൂ ഇട്ട് കൊടുക്കുക. ദാറ്റ് ഈസ് 2u ഈസ് ഈക്വൽ ടു സൈൻ 2x ഡിവൈഡ് ബൈ ഈ കോസ് എക്സ് പ്ലസ് ഐ വൈ ഇൻറ്റു കോസ് എക്സ് മൈനസ് ഐ വൈ എന്ന് പറഞ്ഞാൽ അത് ഇത് ഈക്വലാണ്. അതായത് കോസ് 2x പ്ലസ് കോസ് h2y ഈക്വലാണ്. നിങ്ങൾ നോക്കിയാൽ മതി, റിസൾട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. കോസ് എക്സ് പ്ലസ് ഐ വൈ ഇൻറ്റു കോസ് എക്സ് പ്ലസ് ഐ വൈ ഇൻറ്റു കോസ് എക്സ് മൈനസ് ഐ വൈ എന്ന് പറഞ്ഞാൽ ഇതിന് ഈക്വലാണ് കോസ് 2xi പ്ലസ് കോസ് h2y. അപ്പോൾ ഇത് ആറ് വിലയാ? ഇതിന് ഈക്വൽ എന്നല്ല, സോറി, ബൈ 2 ഈക്വലാണ്. ബൈ 2 ഇതേ ബൈ 2 ഈക്വലാണ്. ഇയാളുടെ വില കോസ് എക്സ് പ്ലസ് ഐ വൈ ഇൻറ്റു കോസ് എക്സ് പ്ലസ് ഐ വൈ ഇൻറ്റു കോസ് എക്സ് മൈനസ് ഐ വൈ എന്ന് പറഞ്ഞാൽ കോസ് 2x പ്ലസ് കോസ് h2y ബൈ 2 ആണ്. ഞാൻ എഴുതി വെക്കാം. കോസ് എക്സ് പ്ലസ് ഐ വൈ ഇൻറ്റു കോസ് എക്സ് മൈനസ് ഐ വൈ എന്ന് പറഞ്ഞാൽ അത് കോസ് 2x പ്ലസ് കോസ് h2y ഡിവൈഡ് ബൈ 2 ഈക്വലാണ്. അപ്പോൾ ബൈ 2 റെസിപ്രോക്കൽ ആകുമല്ലോ. റെസിപ്രോക്കൽ ആകുമ്പോൾ ഇങ്ങനെ വരും. 2u ഈസ് ഈക്വൽ ടു 2 സൈൻ 2x 2 സൈൻ 2x ഡിവൈഡ് ബൈ കോസ് 2x പ്ലസ് കോസ് h2y. അപ്പോൾ ഈ 2 വെട്ടിക്കളയാം. അപ്പോൾ യുവിൻ്റെ വില ഇങ്ങനെ വരും. യു സമം സൈൻ 2x ഡിവൈഡ് ബൈ കോസ് 2x പ്ലസ് കോസ് h2y. ഓക്കെ, ഇപ്പോൾ ആറ് വില കിട്ടി. യുവിൻ്റെ വില കിട്ടി. യു ആരാ? റിയൽ പാർട്ട്. സോ റിയൽ പാർട്ട് കിട്ടി. ഇനി എന്താ വേണം? ഇമാജിനറി പാർട്ട് വേണം. അത് നിങ്ങൾ ഇക്വേഷൻ വേണമെങ്കിൽ കൂടെ കുറച്ചാൽ മതി, മൈനസ് ചെയ്താൽ മതി. സോ ഇവിടെ വരെ പ്രത്യേകത എഴുതുക. ഓക്കെ, ഇക്വേഷൻ 1 എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. അപ്പോൾ യു കിട്ടിയല്ലോ, യു കിട്ടി. ഇനി ഇക്വേഷൻ 1 മൈനസ് ചെയ്യുമ്പോൾ വി കിട്ടും. നമുക്ക് മൈനസ് ചെയ്യാം. ഇക്വേഷൻ 1 2 അറിയുന്നത് ഇക്വേഷൻ 1 യു പ്ലസ് ഐ വി എന്ന് പറഞ്ഞാൽ ടാൻ എക്സ് പ്ലസ് ഐ വി. ഇതെല്ലാം ഇക്വേഷൻ 1. ഇക്വേഷൻ 2 എന്ന് പറയുന്നത് യു മൈനസ് ഐ വി എന്ന് പറഞ്ഞാൽ ടാൻ എക്സ് മൈനസ് ഐ വൈ. ഇതാണ് ഇക്വേഷൻ 2. നമുക്ക് മൈനസ് ചെയ്യാം. ഇക്വേഷൻ 1 മൈനസ് ഇക്വേഷൻ 2 തമ്മിൽ കുറയ്ക്കുമ്പം യു മൈനസ് വി 0 ആയി പോകും. ഐ വി മൈനസ് ഐ വി, അപ്പം 2iv എന്ന് വരും. ഐ വി മൈനസ് മൈനസ് ഐ വി കുറയ്ക്കുക. സോ അപ്പം 2iv എന്ന് വരും, വിച്ച് ഇസ് ഈക്വൽ ടു ഇവിടെ കുറയ്ക്കുമ്പം ടാൻ എക്സ് പ്ലസ് ഐ വൈ മൈനസ് ടാൻ എക്സ് മൈനസ് ഐ വൈ എന്ന് വരും. മറ്റേ കൂട്ടേ ഉള്ളൂ. 2iv ഈസ് ഈക്വൽ ടു ടാൻ എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം? സൈൻ എക്സ് പ്ലസ് ഐ വൈ മറ്റേ പോലെ ഉള്ളൂ ബൈ കോസ് എക്സ് പ്ലസ് ഐ വൈ മൈനസ് ടാൻ എക്സ് മൈനസ് വൈ എങ്ങനെ എഴുതാം? സൈൻ എക്സ് മൈനസ് ഐ വൈ ബൈ കോസ് എക്സ് മൈനസ് ഐ വൈ. നേരത്തെ പോലെ എന്ത് ചെയ്യാം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. ഡിനോമിനേറ്റർ. സോ കോസ് എക്സ് പ്ലസ് ഐ വൈ ഇൻറ്റു കോസ് എക്സ് മൈനസ് ഐ വൈ. കോസ് എക്സ് പ്ലസ് ഐ വൈ ഇൻറ്റു കോസ് എക്സ് മൈനസ് ഐ വൈ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. ഇതേ ഇൻറ്റു ഇത്, അതായത് സൈൻ എക്സ് പ്ലസ് ഐ വൈ ഇൻറ്റു കോസ് എക്സ് മൈനസ് ഐ വൈ മൈനസ്, ഇവിടെ മൈനസ് ചിഹ്നം അത് ഓർക്കണം. മൈനസ് തിരിച്ച് ഇതേ ഇൻറ്റു ഇത് കോസ് എക്സ് പ്ലസ് ഐ വൈ ഇൻറ്റു സൈൻ എക്സ് മൈനസ് ഐ വൈ. ഓക്കെ, ഡിനോമിനേറ്റർ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ അത്രയും പ്രത്യേകത എടുത്തെഴുതുക. ഓക്കെ, ഇപ്പോൾ ഇത് എളുപ്പം പറയുമോ? നിങ്ങളുടെ ഞാൻ പറയുക മറ്റേ കൂട്ടേ ഉള്ളൂ. എക്സ് പ്ലസ് ഐ വൈയെ എ ആയിട്ട് കാണുക, എക്സ് മൈനസ് ഐ വൈയെ ബി ആയിട്ട് കാണുക. അപ്പോൾ ഇത് വായിക്കുമ്പം സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി. അത് സൈൻ എ മൈനസ് ബി ആണ്. സൈൻ എ മൈനസ് ബി ആണ്. നേരത്തെ സൈൻ എ പ്ലസ് ബി ഇല്ലേ വന്നേ, ഇവിടെ സൈൻ എ മൈനസ് ബി. അത്രയുള്ള കാര്യം വായിക്കുക. നിങ്ങൾ എക്സ് പ്ലസ് ഐ വൈയെ
എക്സ് പ്ലസ് ഐ വൈയെ നിങ്ങൾ എ ആയിട്ട് കാണുക, എക്സ് മൈനസ് ഐ വൈയെ നിങ്ങൾ ബി ആയിട്ട് കാണുക. അപ്പൊ ഇത് സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി എന്ന് വരും. അത് സൈൻ എ മൈനസ് ബി ആണ്, സൈൻ എ മൈനസ് ബി. അപ്പൊ അതെന്ന് പറഞ്ഞാൽ സൈൻ സൈൻ എ മൈനസ് ബി ആണ്, സൈൻ എ മൈനസ് ബി, സൈൻ എ മൈനസ് ബി. ഓക്കെ ആണല്ലോ. അപ്പൊ 2iv ഈസ് ഈക്വൽ ടു, അപ്പൊ സൈൻ എ മൈനസ് ബി എന്ന് പറയുമ്പോൾ സൈൻ എയുടെ സ്ഥാനത്ത് എക്സ് പ്ലസ് ഐ വൈ, അപ്പൊ എക്സ് പ്ലസ് ഐ വൈ മൈനസ് കോസിന് സ്ഥാനത്ത് എക്സ് മൈനസ് ഐ വൈ, സോ എക്സ് മൈനസ് ഐ വൈ. ബിയുടെ സ്ഥാനത്ത് എയുടെ സ്ഥാനത്ത് എക്സ് പ്ലസ് ഐ വൈ, ബിയുടെ സ്ഥാനത്ത് എക്സ് മൈനസ് ഐ വൈ, മൈനസ് കഴിഞ്ഞ ബ്രാക്കറ്റ് വേണം. ഓക്കെ, ഡിവൈഡ് ബൈ താഴെ കോസ് എക്സ് പ്ലസ് ഐ വൈ ഇൻറ്റു കോസ് എക്സ് മൈനസ് ഐ വൈ. ഞാൻ പറഞ്ഞിരുന്നല്ലോ അത് എങ്ങനെ എഴുതാം, നമുക്കതിനെ കോസ് 2x പ്ലസ് കോസ് 2hy ഡിവൈഡ് ബൈ 2 എന്ന് എഴുതാം. ദാറ്റ് ഈസ് 2iv ഈസ് ഈക്വൽ ടു, ഇത് അകത്ത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം, ഈ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ 2 അങ്ങ് മേളിൽ പോകും. അപ്പോൾ 2 സൈൻ അകത്ത് എക്സ് പ്ലസ് ഐ വൈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ മൈനസ് എക്സ് പ്ലസ് ഐ വൈ ഡിവൈഡ് ബൈ കോസ് 2x പ്ലസ് കോസ് h2y ബൈ 2 എന്ന് വരും. ഈ 2 ബൈ 2 ആണ് റെസിപ്രോക്കൽ മേളിൽ പോയത്, അപ്പോൾ ഈ 2 വെട്ടിപ്പോകും. ബാക്കി ഐ വി സമം എന്ന് പറഞ്ഞു വരും. സോ ഇത്രയും പ്രത്യേകത എഴുതുക, മായ്ക്കുക. ഐ വി സമം ഐ വി ഈസ് ഈക്വൽ ടു അകത്ത് സൈൻ എക്സ് മൈനസ് വെട്ടിപ്പോയിട്ട് ഐ വൈ പ്ലസ് ഐ വൈ 2iy. ഓക്കെ ആണല്ലോ. ഡിവൈഡ് ബൈ കോസ് 2x പ്ലസ് കോസ് h2y എന്ന് വരും. സോ ഐ വി ഈസ് ഈക്വൽ ടു, ഇത് നോക്കി, സൈൻ 2iy, സൈൻ 2i. സൈൻ്റെ പ്രത്യേകത എന്തുവാ? സൈൻ ഐ എക്സ് എന്ന് പറഞ്ഞാൽ എന്തുവാ? സൈൻ ഐ എക്സ് എന്ന് പറഞ്ഞാൽ എന്തുവാ? ഐ ഇൻറ്റു സൈൻ എച്ച് എക്സ് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. സൈൻ ഐ എക്സ് എന്ന് പറഞ്ഞാൽ ഐ ഇൻറ്റു സൈൻ എച്ച് എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ്റെ അകത്തുള്ള ഐയെ വെളിയിൽ കളയുമ്പം സൈൻ എന്നുള്ളത് സൈൻ എച്ച് എക്സ് ആവും, ഹൈപ്പർബോളിക് ആവും. അപ്പോൾ ഇവിടെ സൈൻ 2iy എന്നാ, അപ്പോൾ ഐ എടുത്ത് വെളിയിൽ കളയുമ്പം ഐ ഇൻറ്റു സൈൻ h2y എന്ന് വരും. ഇവിടെ സൈൻ ഐ എക്സ്, അപ്പോൾ ഐ ഇൻറ്റു സൈൻ എച്ച് എക്സ്, ഇവിടെ എക്സിന്റെ സ്ഥാനത്താണ് ഇവിടെ 2y, അപ്പോൾ ഐ ഇൻറ്റു സൈൻ h2y ഡിവൈഡ് ബൈ താഴെ കോസ് 2x പ്ലസ് കോസ് h2y. അതാണ്ട് ഈ ഐയും എയും വെട്ടിപ്പോവും. ബാക്കി വിയുടെ വില ഇങ്ങനെ കിട്ടും, സൈൻ h2y ഡിവൈഡ് ബൈ കോസ് 2x പ്ലസ് കോസ് h2y. ഇതാണ് ഇമാജിനറി പാർട്ട് ആരുടെ? ടാൻ്റെ. ഓക്കെ, അപ്പോൾ ഞാൻ ടാൻ്റെ ചെയ്തല്ലോ. ഞാൻ ടാൻ്റെ ചെയ്ത പോലെ നിങ്ങൾ എന്തിൻ്റെ ചെയ്യണം? നിങ്ങൾ കോട്ടിൻ്റെ ചെയ്യണം. കോട്ടിൻ്റെ ചെയ്യണം. അപ്പോൾ കോട്ടിന് ആവശ്യമായിട്ടുള്ള റിസൾട്ടൊക്കെ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്.